നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി 7:30 കൂടിയിട്ടാണ് ആ വാർത്ത കേട്ടത്. സംഗീത ആസ്വാദകരെ 6 പതിറ്റാണ്ട് തൻ്റെ സ്വരം കൊണ്ട് പാട്ടിൻ്റെ നിർവൃതിയിലെ ആവണിത്തെന്നലാക്കി മാറ്റിയ പ്രിയ ഗായിക എസ് ജാനകി വിട പറഞ്ഞു എന്നുള്ളത്. ഇന്ന് ആ പ്രിയ ഗായികയ്ക്ക് രാജ്യം വിട നൽകും. 6 പതിറ്റാണ്ടിലേറെ കാലമാണ് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ഒട്ടേറെ പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അവിടെ മൃതദേഹം പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേക പവലിയൻ ഒരുക്കിയാണ് പൊതുദർശനം. VIP-കൾക്കായി പ്രത്യേക സംവിധാനവും ഉണ്ടായിരിക്കും. വൻ സുരക്ഷയൊരുക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. ആൾക്കൂട്ടം നിയന്ത്രിക്കാനായി മൈസൂരിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇന്നലെ കൊച്ചുമകൾ അപ്സര വിദുല്ലയാണ് മരണ വിവരം പങ്കുവച്ചത്. മൈസൂർ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്കാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ വൈകിട്ട് 7:30 മരിച്ചു. കുടുംബം കടുത്ത ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പ്രയാസകരമായ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും അപ്സര അഭ്യർത്ഥിച്ചു. മലയാളം, തമിഴ്, കന്നഡ തുടങ്ങി നിരവധി ഭാഷകളിലായി 20,000-ലേറെ പാട്ടുകളാണ് ജാനകി അമ്മയുടെ സ്വരമാധുരിയിലൂടെ പിറന്നിരിക്കുന്നത്. എത്ര തലമുറകളെ വേണമെങ്കിലും സംഗീതത്തിൻ്റെ ആ ഒരു മായിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ആ സ്വരം ഇനി ഓർമ്മകളിൽ മാത്രം. അനുഗ്രഹീതമായ സ്വരമാധുര്യവും ആലാപന സിദ്ധിയും ആസ്വാദ്യ ലോകത്തിന് ഓർത്തുപാടാൻ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് തെന്നിന്ത്യൻ വാനമ്പാടി വിടവാങ്ങുന്നത്. മൈസൂർ അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെയാണ് ചികിത്സയിലിരിക്കെ ആ മരണവാർത്ത പുറത്തു വന്നത്. മൈസൂരു ബൊഗാദി 2nd സ്റ്റേജ് നോർത്തിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ജാനകി അമ്മയെ ഇന്നലെ ഉച്ചയോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജനുവരിയിൽ ഏക മകൻ മുരളീകൃഷ്ണയുടെ മരണശേഷം ചെറുമകൾ അപ്സര വൈദ്യുല്യയ്ക്കൊപ്പമായിരുന്നു താമസം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിന് ഒരിക്കലും നികത്താനാവാത്ത ഒരു ശൂന്യത. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതം, 20ഓളം ഭാഷകളായി 20,000-ലേറെ ഹിറ്റ് പാട്ടുകൾ, സ്നേഹം, വാത്സല്യം തുടങ്ങി മനുഷ്യരെ കൂട്ടിയിണക്കുന്ന പാട്ടുകളാണ് ജാനകി അമ്മയിൽ നിന്നും അനായാസം ഒഴുകിയെത്തിയത്. 1956 ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ 2ാം സ്ഥാനത്തിന് അർഹയായതോടെ സംഗീത ലോകത്തേക്ക് വഴി തുറന്നു. 1957 തൻ്റെ 19ാം വയസ്സിൽ വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 1000-ലേറെ മലയാള സിനിമാ ഗാനങ്ങൾക്കും ജാനകിയമ്മ ശബ്ദം പകർന്നിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് ജാനകി അമ്മയെ തേടിയെത്തിയത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡുകളും ലഭിച്ചു. 2017 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൈസൂരിലെ മാനസ ഗംഗോത്രി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലായിരുന്നു ജാനകി അമ്മയുടെ അവസാന സംഗീത നിശ. 79ാം വയസ്സിലാണ് താൻ പൊതുവേദിയിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ള തീരുമാനം അവരെടുത്തത്. തൊട്ടുതലേ വർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനകളിലെ അമ്മ പൂവിൻ എന്ന താരാട്ടാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത് നാടക കലാകാരനായ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ മകൻ വി രാമപ്രസാദുമാണ്. ജാനകിയും രാമപ്രസാദും 1958 വിവാഹിതരായത്. 1997 അദ്ദേഹം മരിച്ചതോടെ സംഗീത രംഗത്ത് നിന്ന് മാറി നിന്ന ജാനകി അമ്മയെ ആരാധകർ നിർബന്ധിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണയും കേരള സർക്കാരിൻ്റെ ബഹുമതി 11 തവണയും സ്വന്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22. ഇതിനിടെ ഗാനരചയിതാവായും സംഗീത സംവിധായികയായും തിളങ്ങി. 2013 പത്മഭൂഷൺ പുരസ്കാരം ജാനകി നിരസിച്ചു. ഏകമകനും നർത്തകനുമായ മുരളീകൃഷ്ണ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് കടുത്ത ആഘാതമായി. കുച്ചിപ്പുടി നർത്തകി ഉമയാണ് മുരളിയുടെ ഭാര്യ. മകൻ്റെ വിയോഗമുണ്ടാക്കിയ വലിയ ശൂന്യതയിലും തൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർണമായ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ഈ ഭാരതരത്നം. അന്യസംസ്ഥാനക്കാരിയാണെങ്കിലും മലയാളികൾ ജാനകി അമ്മയെ തങ്ങളുടെ സ്വന്തം ദത്തുപുത്രിയായാണ് നെഞ്ചേറ്റിയത്. പൊതുവെ അന്യഭാഷക്കാർക്ക് ഉച്ചരിക്കാൻ പ്രയാസമേറിയ മലയാള ഭാഷ കഠിന ശ്രമത്തിലൂടെ പഠിച്ചെടുക്കുക മാത്രമല്ല, തികഞ്ഞ മാധുര്യത്തോടെ മലയാളം സംസാരിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ പ്രൊഫഷണലിസത്തിന് ഉദാഹരണമായി നിരവധി സംഭവങ്ങൾ ഇന്നും ചലച്ചിത്ര പ്രവർത്തകർ ഓർത്തെടുക്കുന്നുണ്ട്.
മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മുംബൈയിലെത്തിയ ജാനകി അമ്മ കടുത്ത അസുഖം മൂലം കിടപ്പിലായെങ്കിലും സ്റ്റുഡിയോയിലെത്തി സോഫയിൽ കിടന്ന് വിശ്രമിച്ച ശേഷം ഒന്നിനു പുറകെ ഒന്നായി 3 അനശ്വര ഗാനങ്ങളാണ് പാടിത്തീർത്തത്. മലയാള സംഗീത സംവിധാനത്തിലെ കുലപതിമാരായ MS ബാബുരാജ്, ഇളയരാജ എന്നിവരുടെ മികച്ച ഗാനങ്ങളിൽ ഭൂരിഭാഗവും പിറന്നത് ജാനകിയമ്മയുടെ ശബ്ദത്തിലായിരുന്നു. തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ആർദ്രമായ ആ ശബ്ദം നിലയ്ക്കണമെന്ന രീതിയിൽ പലപ്പോഴായി ഉയർന്നു വന്ന വ്യാജ വാർത്തകളെ പുഞ്ചിരിയോടെ നേരിട്ട ചരിത്രമാണ് ഗായിക S ജാനകിയുടേത്. പാട്ടിൻ്റെ പാലാഴി തീർത്ത ജാനകിയമ്മയുടെ ജീവിതം അവരുടെ സംഗീതം പോലെ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. പലതവണ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും അവരുടെ മരണത്തിന് വിട്ടുകൊടുത്തപ്പോഴും അതിനെയെല്ലാം സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് അവർ നേരിട്ടത്. 2010 മെയ് മാസത്തിലാണ് ആദ്യമായി ജാനകിയമ്മ മരിച്ചു എന്ന തരത്തിൽ വലിയ രീതിയിൽ ഒരു വാർത്ത പ്രചരിക്കുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഇത്രത്തോളം സജീവമല്ലാതിരുന്ന കാലത്ത് ആന്ധ്രയിലെ ഒരു പ്രാദേശിക പത്രത്തിലാണ് ഈ തെറ്റായ വാർത്ത അടിച്ചു വന്നത്. ഏറെ കൗതുകത്തോടെയും ചിരിയോടെയുമാണ് അന്ന് ജാനകിയമ്മ ഈ വാർത്തയോട് പ്രതികരിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ പത്രം വാർത്ത തിരുത്തി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2016 താൻ സംഗീത ജീവിതം അവസാനിപ്പിക്കുന്നുവെന്ന് ജാനകിയമ്മ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും വ്യാജമരണ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പടർന്നു. തനിക്ക് പ്രായമായെന്നും ഇനി വിശ്രമിക്കാനാണ് ആഗ്രഹമെന്നും ഒരു താരാട്ടുപാട്ടോടെ സംഗീതയാത്ര അവസാനിപ്പിക്കുകയാണെന്നും അവർ വ്യക്തമാക്കിയെങ്കിലും പലരും അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി 2026 ജാനുവരിയിൽ ജാനകിയമ്മയുടെ മകൻ മുരളി കൃഷ്ണ അന്തരിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വീണ്ടും ജാനകിയമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. മകന്റെ വേർപാടിൽ ജാനകിയമ്മ അതീവ ദുഃഖത്തിലായിരുന്നുവെങ്കിലും അവർ ആരോഗ്യവതിയാണെന്നും കുടുംബത്തിന്റെ സ്വകാര്യതയെ എല്ലാവരും മാനിക്കണമെന്നും കൊച്ചുമകൾ അപ്സര അന്ന് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കേണ്ടി വന്നിരുന്നു. ഇത്തരം സൈബർ വ്യാജ പ്രചാരണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ മരണത്തെ മുഖത്തോട് മുഖം കണ്ട ഭീതിതമായ ഒരു അനുഭവം ജാനകിയമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 1990കളുടെ ഒടുവിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു ആ സംഭവം. ഒരു ഡോക്ടർ നൽകിയ പെൻസിലിൻ കുത്തിവയ്പ്പിനെ തുടർന്നുണ്ടായ കടുത്ത അലർജി കാരണം ശ്വാസം മുട്ടി ബോധം മറഞ്ഞുപോയ ജാനകിയമ്മയുടെ ജീവൻ അന്ന് രക്ഷിച്ചത് ഒരു മലയാളി ടാക്സി ഡ്രൈവറായിരുന്നു. കനത്ത ട്രാഫിക് തടസ്സങ്ങൾക്കിടയിലൂടെ വെറും 10 മിനിറ്റിനുള്ളിൽ സാഹസികമായി വണ്ടി ഓടിച്ച് അദ്ദേഹം ജാനകിയമ്മയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ആ ജീവൻ തിരികെ ലഭിച്ചത്. അന്ന് ആ ദൈവതുല്യനായ മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ ഒരിക്കലും ഉണരില്ലായിരുന്നുവെന്ന് ജാനകിയമ്മ പിന്നീട് നന്ദിയോടെ സ്മരിച്ചിട്ടുണ്ട്. മലയാളത്തിലാണ് താൻ സ്വപ്നം കാണുന്നതെന്നത് എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ജാനകിയമ്മ വിവിധ ഭാഷകളായ 48,000-ൽ പരം ഗാനങ്ങളിലൂടെ തലമുറകളെയാണ് താരാട്ടിയത്. വ്യാജ വാർത്തകളുടെ ലോകത്തും തനതായ പുഞ്ചിരിയോടെയും ഈശ്വര വിശ്വാസത്തോടെയും നിലകൊള്ളുന്ന ജാനകിയമ്മയുടെ ജീവിതം മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടതാണ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, നടൻ കമൽഹാസൻ, മമ്മൂട്ടി തുടങ്ങി നിരവധി പ്രമുഖർ വിഖ്യാത ഗായികയ്ക്ക് വാക്കുകളിലൂടെ ആദരാഞ്ജലി അർപ്പിച്ചു. രാവിലെ 8 മണി മുതലാണ് മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരിലെ വീട്ടിൽ വാനമ്പാടിക്ക് അന്ത്യവിശ്രമം.